ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫായിസ് ആൻഡ് ഹൈഫ. ഇന്നത്തെ വീഡിയോ UK ജോബ് അവൈലബിലിറ്റിയെ കുറിച്ചാണ്. നമുക്ക് പലർക്കും ജോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതായിരിക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ജോബിന് പോവുക, എല്ലാ സമയത്തും ഇങ്ങനെ പോകണം, പണിയെടുക്കണം, അങ്ങനെ അങ്ങനെ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ജോബിന് പോയേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ചിലവുകൾ കാര്യങ്ങളെല്ലാം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോബ് വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ജോബിൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതൊരു പീക്ക് ടൈമിലായിരുന്നു. അതായത് ഇവിടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം ഭയങ്കര ജോബിന് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാവും. കാരണം ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് കുറേ ഇങ്ങനെ അവൈലബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവും. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ എനിക്കൊരു വീക്കിൽ 3 സ്ഥലത്തൊക്കെ ജോബ് കിട്ടിയിരുന്നു, വെയർ ഹൗസിലും ഫാസ്റ്റ് ഫുഡിലൊക്കെ ആയിട്ട്. പക്ഷേ ജനുവരി അങ്ങോട്ട് ആയപ്പോൾ, ജനുവരി ഫസ്റ്റ് ആയപ്പോൾ എല്ലാ ജോബും ഇല്ലാണ്ടായി. കാരണം ഞാൻ അന്നത്തെ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ഒരു വെയർ ഹൗസ് സെലക്ട് ചെയ്തു. അത് സീസണിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വെയർ ഹൗസ് ആയിരുന്നു. പക്ഷേ അതെനിക്ക് അന്ന് ആരും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സായിപ്പോയി. വേറെ എനിക്കൊരു പെർമനൻറ്റ് ജോബ് കിട്ടിയിരുന്നു KFCയിൽ. അപ്പോൾ ഞാൻ അന്ന് ഈ ഒരു പേയ്മെൻറ്റ് കൂടുതൽ കിട്ടിയപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് ചാടി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു അബദ്ധം ചെയ്യാണ്ടിരിക്കുക. ഏത് ജോബാണോ നമുക്ക് കിട്ടുന്ന ജോബ് ത്രൂ ഔട്ട് ഇയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണോ അല്ലെങ്കിൽ ഇതാണോ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സീസൺ ആകുമ്പോഴും നമുക്ക് അവിടെ ജോബ് ഉണ്ടാവും. നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ലീഗലി 20 hours വർക്ക് ചെയ്യാൻ പറ്റുക. ആ 20 hours എങ്ങനെ പോലെ ഒരു 18 മണിക്കൂർ 19 മണിക്കൂറൊക്കെ ഇതുപോലെ അവിടെ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് നാട്ടിലത്തെ പോലെ ഡെയിലി വേജസോ കാര്യങ്ങളല്ല. ഇവിടെയൊക്കെ ഹവർലി വേജസ് ആണ്. നമ്മൾ എത്ര മണിക്കൂറാണോ പണിയെടുക്കുന്നത് അതിനോട് അനുബന്ധിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക. ഞാൻ വന്ന സമയത്തൊക്കെ ഒരു മണിക്കൂറിന് ഏകദേശം 9.5 pounds ഒക്കെ ആയിരുന്നു ഹവർലി വേജ് വരുന്നത്. ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടും, അതിൻ്റെ ആ ഒരു ബേസിക് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ഇപ്പോഴത്തെ നിലവിലത്തെ മിനിമം വേജ് എന്ന് പറയുന്നത് 12.71 pounds ആണ്. അത് ഇയർലി ചെറിയ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഓരോ ഏപ്രിലാണ് പുതിയ എമൗണ്ടുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ട് വരിക. ഇവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എന്താ പറയുക, മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ എൻട്രി ലെവൽ ജോബ് ആണെങ്കിൽ ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു ജോബ് കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഏജൻസീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ജോബ് ഹണ്ട് തുടങ്ങുക. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ച് അതിൻ്റെ ഇതാക്കി അങ്ങനെ ഓരോ ജോബിലോട്ട് മാറുകയാണ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജോബിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ സ്കിൽഡ് വർക്കും അൺസ്കിൽഡ് വർക്കും ആണെങ്കിലും രണ്ടിനും 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് ഉള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് സ്കിൽഡ് ജോബ് ആ ടൈമിൽ കിട്ടുക എന്നുള്ളത് വളരെ കുറവാണ്. കാരണം സ്കിൽഡ് വർക്ക് എപ്പോഴും ഫുൾ ടൈമേഴ്സിനാണ് അധികം പ്രിഫർ ചെയ്യുള്ളൂ. പാർട്ട് ടൈമേഴ്സിന്, അതായത് 20 hours വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ബേസിക്കലി എപ്പോഴും അൺസ്കിൽഡ് ജോബ്സാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് മാക്സിമം എന്തൊക്കെ അൺസ്കിൽഡ് ജോബ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. 20 മണിക്കൂർ നമുക്ക് ചെയ്യാം. നമ്മുടെ പഠിത്തം കഴിഞ്ഞ് ബാക്കി സമയത്ത് നമുക്ക് 20 മണിക്കൂർ ചെയ്യാം. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും മന്ത്ലിത്തെ റെൻറ്റും ഇവിടുത്തെ ഒരു എക്സ്പെൻസും നമുക്ക് അതൊന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഏണിങ്സ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഒരു എമൗണ്ടാണ് നമുക്ക് അതിന് കിട്ടുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വർഷം 12,570 pounds മേലേക്ക് നമ്മുടെ സാലറി കയറുകയാണെങ്കിൽ മാത്രം നമ്മളിവിടെ ടാക്സ് അടച്ചാൽ മതി. ഈ ഒരു പറഞ്ഞ എമൗണ്ടിന് താഴേക്കാണ് നമ്മുടെ ഇയർലി ഇൻകം എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരില്ല. അഥവാ നമ്മുടെ സാലറി ഇപ്പോൾ വീക്കിലി, ഇവിടെയൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെയാണ് സാലറി കയറുക. അപ്പോൾ നമുക്ക് വരുന്ന എമൗണ്ടിൽ നിന്ന് അഥവാ HMRCൻ്റെ നിന്ന് ഇവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന ഏപ്രിലിൽ നമുക്ക് ചെക്കായിട്ടോ അല്ലെങ്കിൽ ആപ്പിൽ ത്രൂ ആയോ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാം റീഫണ്ടിന് വേണ്ടിയിട്ട്. നമ്മുടെ എമൗണ്ട് എക്സസ് ആയില്ല തന്നെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് തരും. ഇത്ര എമൗണ്ട് എക്സസ് ആയിട്ട് നമുക്ക് ടാക്സ് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ കൊണ്ട് നമുക്ക് തരും. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഒരു സാലറി ത്രഷോൾഡ് ഏകദേശം ഈ 12,570 ഉള്ളിലാണ് അധികം വരുള്ളൂ. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യകത സ്റ്റുഡൻസിന് വരില്ല. ഇവിടുത്തെ ജീവിത ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് സാലറി കിട്ടുമ്പോൾ നല്ല ഇത് കാണും, പക്ഷേ ചിലവ് കഴിഞ്ഞ് വരുമ്പോൾ അത് തുച്ഛമായ ഒരു എമൗണ്ട് ആയിട്ടാണ് നമ്മുടെ ഇതിൽ കാണുള്ളൂ. അങ്ങനെ റെൻറ്റ്, ബിൽസ്, നമ്മുടെ ട്രാവല്, ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ കിട്ടുന്ന എമൗണ്ടുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. വൺസ് നമ്മൾ സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് ഫുൾ ടൈം ആയി, ഇപ്പോൾ PSW, ഞാൻ നിൽക്കുന്നത് PSWയിലാണ്. PSWയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റും. ഈ ഫുൾ ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലി 40 മണിക്കൂർ 48 മണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 40 മണിക്കൂറാണ് നോർമലി എല്ലാ മേഖലകളിലും നമുക്ക് വർക്ക് കിട്ടുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് സാലറിക്ക് മാത്രം കൺസെപ്റ്റ് ആക്കി ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് ആയ ജോബ് ചെയ്തതിന് നമുക്ക് ജസ്റ്റ് ബില്ലടച്ച് റെൻറ്റ് കാര്യങ്ങളൊക്കെ അടച്ച് ചെറിയൊരു സേവിങ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നോർമലി വരുന്ന എല്ലാവരും എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്യും, 2 അതിൽ കൂടുതൽ ജോബുകൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ് കൂട്ടാനും പറ്റും. സ്റ്റുഡൻറ്റ് ടൈമിൽ പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോളിഡേയ്സ് ഉണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റീസിനും ഓരോ ടൈപ്പാണ് ഹോളിഡേ. ചില യൂണിവേഴ്സിറ്റീസിന് 1 വീക്കൊക്കെ ഉണ്ടാവുള്ളൂ, ചിലതിന് 2 മന്ത്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ ആ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടണിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു 10 ദിവസം അല്ലെങ്കിൽ 1 വീക്ക് 2 വീക്ക് അത്രയും മാക്സിമം കിട്ടിയിട്ടുള്ളൂ. വേറെ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ കൂടുതൽ ഹോളിഡേയ്സ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഹോളിഡേ ടൈമിലൊക്കെ നമുക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല. വീക്കിലി 40 hours ആ ഹോളിഡേ ടൈമിൽ നമ്മൾ ആ പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ വർക്ക് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഫുൾ ടൈം ചെയ്യാനുള്ള അനുമതി തരും. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻസ് ആയിരിക്കും. ഇവിടുത്തെ ജോബിൻ്റെ പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും മറ്റേ 0 hour കോൺട്രാക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടൊരു ഹവറോ കാര്യങ്ങളോ കിട്ടുന്ന ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ ഏജൻസി വർക്ക്സൊക്കെ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും ഫുൾ ടൈമർ ആണെങ്കിലും അവർ ഇത്ര മണിക്കൂർ വർക്ക് ഉണ്ടെന്നൊക്കെ പറയും. ചിലപ്പോൾ വെയർ ഹൗസിലോ അല്ലെങ്കിൽ വേറെ വല്ല അവിടെയൊക്കെ ജോബ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്നും പറഞ്ഞു വിടാം, ഇന്ന് ജോബില്ല, ഇത്ര സമയം ഇതുള്ളൂ, നിങ്ങൾക്ക് പോകാൻ വേണ്ടി അവരുടെ എന്താ പറയുക ആൾക്കാരനെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. കാരണം നമുക്ക് ഫിക്സ്ഡ് ഹവേഴ്സിൽ വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ 5 മണിക്ക് വർക്ക് കഴിയുമ്പോൾ നമുക്ക് 5 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. എക്സ്ട്രാ ടൈമോ കാര്യങ്ങളോ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കണേ തന്നെ നമുക്ക് ഓവർ ടൈം പേയ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഹോളിഡേയ്സ് ഉണ്ടാവും, പെയ്ഡ് ഹോളിഡേയ്സ്. ഒരു വർഷം ഒരു 11 മാസം പണിയെടുക്കുന്ന ഒരാൾക്ക് ഒരു 28 days 24 days എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡ് ഹോളിഡേയ്സ് കിട്ടും. നമുക്ക് വർക്കിന് പോകേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കമ്പനീസ് നമുക്ക് തരും. പിന്നെ സിക്ക് ലീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിക്കാം, പക്ഷെ ജെന്യൂൻ ആയിരിക്കണം. ഒരുപാട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവർ മീറ്റിങ്സിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കും. പിന്നെ നമ്മുടെ ജോബ് ടെർമിനേഷനും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. UK കയറി വരുന്ന എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടി ഒന്നും സെക്യൂർ അല്ല. സ്ട്രഗിളിങ് തന്നെ ഉണ്ടാവും ഏത് ടൈമാണെങ്കിലും. എപ്പോഴാണ് നമ്മൾ ജോബ് നഷ്ടപ്പെടാം, ഒന്നും നമുക്ക് ആരും ഗ്യാരണ്ടി തരില്ല. നമ്മൾ ചെയ്യുന്ന ജോബ് കറക്റ്റായിട്ട് വൃത്തി പോലെ ചെയ്യുക, ബാക്കിയെല്ലാം നമ്മുടെ ഭാഗ്യം പോലെയാണ് ജോബിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും കറക്റ്റായിരിക്കും. ഒരു നോർമലി ഒരു 70% വെയർ ഹൗസസും കാര്യങ്ങളൊക്കെ വീക്കിലി പേയ്മെൻറ്റ് തരും. അപ്പോൾ എല്ലാ വീക്കും നമുക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ ചിലത് മന്ത്ലി പേയ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ മന്ത്ലി വൺസ് ആ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ എമൗണ്ട് കയറുന്ന സമയത്ത് പാർട്ട് ടൈം ആയ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സാലറി ത്രഷോൾഡിൻ്റെ താഴെ വരുന്നതുകൊണ്ട് ടാക്സ് പിടിക്കില്ല. ടാക്സിൻ്റെ പിടിക്കാത്തുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറും.
പക്ഷേ ഇവിടെ നമുക്ക് നാഷണൽ ഇൻഷുറൻസ് പറഞ്ഞിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. വീക്കിലി ഇത്ര ത്രെഷോൾഡിന് മേലെ പോകുമ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ നിന്ന് പിടിക്കും. അതൊക്കെ നിങ്ങൾക്ക് പേ സ്ലിപ്പിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സാലറി വരുന്ന സമയത്ത് 20% നമ്മുടെ സാലറി അവർ കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയാണ് നമ്മുടെ അക്കൗണ്ടിൽ കയറുക. ഈ 20%-ന് പുറമെ നാഷണൽ ഇൻഷുറൻസും ഉണ്ടാവും. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് പെൻഷന് വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലൈഫ് ലോങ് ഇവിടെ സെറ്റിൽ ആവാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് പെൻഷന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യും. എംപ്ലോയറും നമുക്ക് വേണ്ടി അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പെൻഷൻ ആവുന്ന സമയത്ത് അത് നമുക്ക് റിട്ടേൺസ് ആയിട്ട് തിരിച്ചു വരും. അത് ഓപ്ഷണലാണ്. സ്റ്റാർട്ടിങ് ടൈമിൻ്റെ എനിക്ക് തോന്നുന്നു 30 to 60 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്കത് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ നിന്ന് പോയ എമൗണ്ട് നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ജോബ്സും കാര്യങ്ങളും, അതായത് NA രജിസ്റ്റർ ചെയ്യാത്തുള്ള ജോബ്സും കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ പക്ക ലീഗലല്ല. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യും, നമ്മളെ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യും ഇവിടുന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ലീഗലായിട്ടുള്ള വർക്കുകൾ തന്നെ എല്ലാവരും ചെയ്ത് കറക്റ്റ് ആ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്കും തലക്കായിട്ടൊക്കെ ഇമിഗ്രേഷൻ ടീമിൻ്റെ ചെക്കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ജോബുകൾ ചെയ്യുന്നവർ എപ്പോഴും ടെൻഷനിലായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല സഹായിക്കാൻ. നമ്മുടെ എംപ്ലോയറോ കാര്യങ്ങളോ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്കായി മാറും. ആ സമയത്ത് അവരെന്താണോ ആക്ഷൻ എടുക്കുന്നത് അത് നമുക്ക് ഫേസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവൃത്തി ഉണ്ടാവില്ല. നമ്മുടെ ഭാവി കളഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇൻഡീഡ് ആണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യാം. ഞാനൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കിൽഡ് വർക്കിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇവർ എക്സ്പീരിയൻസും റെഫറൻസും ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു കൺട്രിയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് നിർബന്ധമായിരിക്കും. ഏതൊരു ജോബിന് പോകണമെങ്കിലും അവർ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ റെഫറൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിൽഡ് വർക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അല്ലാണ്ട് വരുന്നൊരു വ്യക്തിക്ക് കുറവായിരിക്കും. കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബാക്കിയെല്ലാം നമ്മുടെ ഭാഗ്യം പോലെയാണ്. മാക്സിമം നമ്മൾ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുക. കാണുന്ന ജോബുകളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ജോബ് എപ്പോഴെങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്താലും റിപ്ലൈ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇവിടെ. എങ്കിൽ കൂടി മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യവശാൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്കിൽഡ് വർക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ വന്നൊരു ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് വർക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരുന്നു. കാരണം നമുക്ക് ജോബ് ഇല്ലെങ്കിൽ കൂടി വിസാസ് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആയിരുന്നു. അന്നത്തെ ഒരു സാലറി ത്രെഷോൾഡ് എന്ന് പറയുന്ന ഒരു സ്കിൽഡ് വർക്ക് വിസയിൽ നിൽക്കേണ്ട ഒരാൾക്ക് ഏകദേശം 26,000 pounds അതൊക്കെയായിരുന്നു ഇയർലി വേണ്ടത്. ഇപ്പോൾ അത് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. 42,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. ആ ഒരു എമൗണ്ടൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. സ്കിൽഡ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആ ഒരു എമൗണ്ട് മീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ആ ഒരു എമൗണ്ടൊക്കെ നമുക്ക് മീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ സ്കിൽഡ് വർക്ക് ഇപ്പോൾ വളരെ റെയറാണ് എല്ലാവരും കിട്ടലും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും നിങ്ങളെല്ലാം അന്വേഷിച്ച് ഇതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ UK ഒരു ഓപ്ഷനാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷെ സ്റ്റുഡൻറ്റിന് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയില്ല. അതുപോലെ തന്നെ വേറൊരു സ്കിൽഡ് വർക്കിൽ വരുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് സ്വന്തമായിട്ട് ഇവിടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിനുള്ളൊരു ഓപ്ഷൻ ഉള്ള രണ്ടുപേരും, ഒന്ന് PSW വിസയിലുള്ളവരും അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവരാണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിസേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം കയ്യിൽ, ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഞാൻ നിലവിലൊരു സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സണാണ് ഇവിടുത്തെ. ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ഇവിടെ സെൽഫ് എംപ്ലോയ്ഡ് ആവാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡെലിവറി ഡ്രൈവേഴ്സാണ്.
അതുപോലെ തന്നെ നമുക്ക് ആമസോണിൻ്റെ ഫ്ലെക്സ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടും. പിന്നെ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ ഇയർ എൻഡിൽ നമ്മളാണ് അടയ്ക്കേണ്ടത് HMRCയിലോട്ട്. നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഡെലിവറി ആണെങ്കിലും മറ്റുള്ള ഓപ്ഷൻസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് ആയ ഡെലിവറി അഥവാ ഫ്ലെക്സ് ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ അടുത്തൊരു കാർ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഇൻഷുറൻസസ് ഉണ്ട് ഇവിടെ. ആ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആവാം. PSW അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആ ഒരു ടൈമിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. ഒരാളുടെ കീഴിൽ പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. പക്ഷേ ഒന്നിനും വിസാസോ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യേണ്ടവർക്കും അങ്ങനെ നോക്കാം. ഞാൻ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബിൻ്റെ കാര്യമായതുകൊണ്ട് കറക്റ്റ് പോയിന്റ്സ് മാത്രം ഇങ്ങനെ പറയാൻ വിചാരിച്ചു. അതാകുമ്പോൾ എന്താ വെച്ചാൽ കേൾക്കുന്ന ഒരാൾക്ക് ഒരുപാട് നീട്ടി പറയാണ്ടേ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനിയുള്ള അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. Thank you for watching our video, guys. Thank you very much. This is Faiz and Haifa. thank you. Bye.